നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. സ്വത്തവകാശം ഭരണഘടനാപരമാണെന്നും നിയമം അനുശാസിക്കുന്ന മതിയായ നഷ്ടപരിഹാരം നൽകാതെ ഒരു വ്യക്തിയുടെ സ്വത്ത് ഏറ്റെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി. നിയമത്തിന്റെ അധികാരം വഴിയല്ലാതെ ഒരു വ്യക്തിയുടെയും സ്വത്ത് അപഹരിക്കുന്നത് ആർട്ടിക്കിൾ 300A വ്യവസ്ഥ ചെയ്യുന്നു. ബംഗളൂരു മൈസൂരു ഇൻഫ്രാസ്ട്രക്ചർ കോറിഡോർ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുള്ള അപ്പീൽ വിധി പ്രസ്താവിക്കുകയായിരുന്നു സുപ്രീം കോടതി. 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറി. എന്നാൽ ഒരു ക്ഷേമരാഷ്ട്രത്തിൽ സ്വത്തവകാശം മനുഷ്യാവകാശമായും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A പ്രകാരം ഭരണഘടനാപരമായ അവകാശമായും തുടരുന്നുവെന്ന് ജസ്റ്റിസുമാരായ BR ഗവായി, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ച് പറഞ്ഞു. പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കലിന് 2003 ജനുവരിയിൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡ് പ്രാഥമിക വിജ്ഞാപനം പുറപ്പെടുവിച്ചുവെന്ന് 2005 നവംബറിൽ ഹർജിക്കാരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തുവെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി മുമ്പാകെ അപ്പീൽ നൽകിയ ഭൂവുടമകൾക്ക് കഴിഞ്ഞ 22 വർഷത്തിനിടെ നിരവധി തവണ കോടതിയുടെ വാതിലുകളിൽ മുട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ യാതൊരു നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടുവെന്നും സുപ്രീം കോടതി പറഞ്ഞു.